രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കലാണ് നല്ലതെന്ന് നമ്മൾ ഇപ്പം പഠിച്ചിട്ടുണ്ട്. നേരത്തെ അതിനെപ്പറ്റി ആലോചന പോലും ഇല്ല. ഉണ്ടോ? എനിക്കങ്ങനെ ഒരു ആലോചന, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇല്ലായിരുന്നു. ജീവിതത്തിനെ പറ്റി നോക്കുകയാണെങ്കിലും എനിക്ക് വലിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങളോ എന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും വന്നിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല പോട്ടെ, തെളിഞ്ഞത് പോട്ടെ, പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് പ്രതീക്ഷ. ലൈഫിൽ സക്സസ് ആകാൻ പറ്റും, എനിക്ക് എൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റും, അതിന് പറ്റിയ നല്ലൊരു മൂല്യമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു സംഭവം എനിക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും ഉൽപ്പന്നങ്ങളും ഓർഗനൈസേഷനും കമ്പനിയും ഒക്കെ നമുക്ക് കിട്ടി അവിടെ വന്നതിന് ശേഷം, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ വന്നതിന് ശേഷം. ഇവിടെ വന്നാൽ എന്തൊക്കെ കിട്ടും നമുക്കറിയാം. 2,10,000 വരെ ആഴ്ച കിട്ടും. അതുകൂടാതെ കമ്പനി ഇഷ്ടംപോലെ വാരിത്തരുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എല്ലാ ആഴ്ചയും വരുമാനം തരുന്ന ഉറപ്പല്ലേ? ഇല്ലേ? വരുമാനം തരുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടുണ്ടോ? കഴിവ് നോക്കിയിട്ടുണ്ടോ? സമുദായം നോക്കിയിട്ടുണ്ടോ? ആണോ പെണ്ണോ നോക്കിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയെ ഒരു മൂല്യമുള്ള ഓപ്പർച്യൂണിറ്റിയായി മനസ്സിലാക്കി നന്നായി ചെയ്യുകയാണെങ്കിൽ ആർക്കും കിട്ടും എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്കിവിടെ വരച്ച് കാണിച്ചത് നമ്മളെ മുമ്പിലുള്ള ഉമർ ഉസ്താദ്. ഞാൻ അത് പേരെടുത്ത് പറയാൻ വേറൊന്നുമില്ല. ഉമർ ഉസ്താദിന് ശരിക്കും പറഞ്ഞാൽ അത്രയും നേട്ടമുണ്ടാക്കി അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊണ്ടല്ല. ഇത് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാറേ, ഞാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ളൂ, ഞാൻ വീട്ടില് മദ്രസയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ ഉമ്മറത്തിരുന്ന് വെറുതെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്റെ കയ്യിൽ അവസരം കിട്ടി, ഞാനത് മാക്സിമം ആളുകൾക്ക് പകർന്നു കൊടുത്തു. അതുകൊണ്ട് എനിക്ക് എന്തായിട്ടുണ്ടായിട്ടുണ്ട്? നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഗുഡ് വിൽ, പ്രശസ്തി, മൂല്യം. ഉമർ ഉസ്താദിന് അറിയാത്ത ഏജ് ലീഡേഴ്സ് അല്ല, പുറത്തുള്ള ആളില്ല. സത്യം പറഞ്ഞാൽ ഉമർ ഉസ്താദിന് അർത്ഥം ആരുമില്ല. നിങ്ങൾ SIT പോയി ചോദിച്ചു നോക്ക്. ഉമർ ഉസ്താദിന്റെ ലിങ്ക് ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ SITയിലുണ്ട്, സക്സസ് ബെറിയിലുണ്ട്. നമ്മളെ ഏജിൽ മാത്രമല്ല, ഉമർ ഉസ്താദിന്റെ ചാനലുകൾ ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ. ഇവരൊക്കെ പ്രൊഡക്റ്റിന് തപ്പ് എവിടെയെന്ന് അറിയോ? ആ ഉമർ ഉസ്താദ് കൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. ഉമർ ഉസ്താദിനെ കൊണ്ട് ഞാനും അറിയപ്പെടാതെ ഒരു മൂല കിടന്ന് എന്നെ കുറെ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു ഉമർ ഉസ്താദാ. അദ്ദേഹത്തിന് കൈയ്യടി കൊടുക്കണം നല്ലോണം. ഞാനും അറിയപ്പെടുന്ന ആരും മുഖാന്തര അറിയപ്പെട്ടെന്നറിയോ? ഉമർ ഉസ്താദ് മുഖാന്തര ഞാൻ അറിയപ്പെട്ടത് അല്ല. ഞാൻ അറിയപ്പെടുന്നില്ല, അവിടെ കിടക്കും പേരാൻ പറഞ്ഞൊരു മൂലക്ക് ഉണ്ടാവും. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിയ നമ്മളൊക്കെ എന്തൊക്കെയോ ജന്മാന്തര പുണ്യം ചെയ്തു എന്ന് വേണേൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളായാണ് നമ്മളെ പുണ്യം കൊണ്ട് മാത്രമല്ല, ജന്മാന്തര പുണ്യങ്ങൾ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആ പുണ്യമുള്ള ആ ആത്മാവായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എത്രയോ ആളുകൾക്ക് പ്രചോദനമാകേണ്ട, എത്രയോ ആളുകളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട, എത്രയോ ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട, എത്രയോ ആളുകളെ കൈപിടിച്ചുയർത്തേണ്ട ഒരു വലിയ ടീമിന്റെ ഹോൾഡറാണ് ചിലപ്പം ഇപ്പൊ എന്റെ കൂടെ ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വിശ്വസിക്കേണ്ടത് നിങ്ങൾ മുഖാന്തരം ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. ഇന്ന് ഇതുവരെ ലെഫ്റ്റും റൈറ്റും ഓർഗനൈസേഷൻ 1ലും 2ലും ഒരാൾ പോലും ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ പോലും അവരും വിശ്വസിക്കേണ്ടത് എന്താണ്? ലക്ഷക്കണക്കിന് ആളുകളെ നേർവഴിയിൽ നടത്തേണ്ട ആളാണ് ആര്? ഞാനിവിടെ വെച്ച് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പറയുമ്പോൾ ഇവിടെ പറയണം. എന്നെ ഇങ്ങോട്ട് ചൂണ്ടുമല്ല വേണ്ടത്, നിങ്ങൾ തന്നെ കൈവച്ച് പറയണം. ഞാൻ എത്രയോ ആളുകളെ വഴികാട്ടേണ്ട ആളുകളാ. അപ്പോ നേരായ ഒരു വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അല്ലാത്ത ആൾക്ക് ഇതിന് സക്സസ് ആകാൻ പറ്റില്ല. നല്ലതല്ലാത്ത വഴിയിൽ, അല്ലെങ്കിൽ ഞാൻ മാത്രം രക്ഷപ്പെടണം, മറ്റുള്ളവൻ പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ കര തൊടൂല കേട്ടോ, പച്ച തൊടൂല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിസ്വാർത്ഥ സേവനം ഇവിടെ അനുഷ്ഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഒരു ഫലവും ഇച്ഛിക്കണ്ട. നമുക്കുള്ള ഫലം ആര് തന്നോളും? ദൈവം തന്നോളും. അതിനുള്ള പ്രാർത്ഥന നമ്മൾ ഏതിൽ കൂടെ ചെയ്യണം? പ്രാർത്ഥനയും പ്രവൃത്തിയും. പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം. ഒരു നല്ല വഴിയിലേക്ക് പോകണമെങ്കിലും നമ്മളെ മനസ്സ് ഏകാഗ്രമായി ഇരിക്കണമെങ്കിലൊക്കെ എന്ത് വേണം? പ്രാർത്ഥന വേണം. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് ഇവിടെ. അവരുടെ മനസ്സ് മിടിക്കുന്നതും
ചുണ്ടനങ്ങുന്നൊക്കെ എനിക്കറിയാൻ പറ്റും. കേൾക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും പ്രാർത്ഥനകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനക്കോ പ്രതിബന്ധമല്ല. രണ്ടും ഒരേ ലൈനിൽ എന്താ പറയാ സമം എഴുതിയ പോലെ പോകുന്നതാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അഭിമാനിക്കാവുന്നത്, ഉമർ ഉസ്താദ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സമയത്തും ആ വിശ്വാസത്തിന് വഴികാട്ടിയായ ഒരാളെ നിങ്ങൾ ഓർമ്മിക്കും. ആരെയാ നിബിധങ്ങൾ ഓർമ്മിക്കില്ലേ? അതിൽ കൂടെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ മൈലേഴ്സ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ അവസരത്തെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരാളിൽ കൂടെയാണ് നമ്മളൊക്കെ അറിയുന്നത്. ആരിൽ കൂടെ? അത് ബിൽനസ് സാർ. ഞങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. നമ്മളെയൊക്കെ ഒരു നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ, ഒരു നല്ല മാർഗത്തിലേക്ക് എത്തിക്കാൻ, എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നമ്മളെ മുമ്പിൽ നയിക്കാനുണ്ട്. ആ നയിക്കുന്ന ആളോടൊപ്പം നമ്മൾ നടക്കാൻ, സഞ്ചരിച്ച്, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പണ്ട് കളിക്കുന്ന കണ്ടിട്ടില്ലേ? തീവണ്ടി ഓടിക്കുന്നത്, ഒരുത്തന്റെ വൈനിയിലുള്ള മറ്റാൾ പിടിച്ചിട്ടുണ്ടാവും, പിടിച്ചു പോന്ന് തീവണ്ടി ഓടിക്കുന്നത്. അതേപോലെ പോയാൽ മതി. ആ ഒരു പോക്ക് പോവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ആൾ എന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, യാതൊരു പ്രതിസന്ധിയും ഇല്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്താൽ മതി. ഏതായാലും ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ സംസാരിക്കേണ്ട ഞാനല്ലേ, രാമുഖം എന്നുള്ള എനിക്ക് ജസ്റ്റ് സംസാരിച്ചേ ഉള്ളൂ. നമുക്കിന്ന് എനിക്കൊക്കെ എപ്പോഴും പ്രചോദനമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞ എനർജി ലെവൽ. ഞാൻ പറഞ്ഞില്ല, എന്നെ ബിസിനസ്സിൽ പിടിച്ച് വലിച്ചിറക്കിയത് അതൊരു എനർജിയാണ്. ആ എനർജി നമുക്ക് തന്നത് ബിജു PK സാറാ. ആള് പ്രായം കൊണ്ടൊക്കെ എന്നെക്കാൾ കുറവാണ്. എനിക്കെന്റെ അനുജന്റെ സ്ഥാനമാണെങ്കിലും, പക്ഷെ പല സമയത്തും എന്താ പറയാ, ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം തോന്നുന്ന തരത്തിലേക്ക് നമ്മളോടൊക്കെ പെരുമാറുന്നു ബിജു PK സാറാണ് എന്നെ ബിസിനസ് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച വലിയ കടമ്പയാ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ. കാരണം ഇതേ ഇൻഡസ്ട്രി, ഇതേ കമ്പനിയിൽ 2 പ്രാവശ്യം അസോസിയേറ്റ് ചെയ്ത് മാറിയുന്ന ആള്. നിങ്ങൾ നിൽക്കും അങ്ങനെ മൈ ലൈഫിൽ ഒരു പ്രാവശ്യം വന്നു, നിർത്തി വെക്കേണ്ടി വന്നു. കുറെ സമയം കഴിഞ്ഞ് പിന്നെയും നിങ്ങളൊരു വന്നു, അതും നിർത്തിവെച്ച് പിന്നെ ആരെയും വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കയറണ്ട എന്നല്ല പറയാ അല്ലേ? അവിടുന്ന് കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് കപ്പാസിറ്റി വരുന്നത്? അങ്ങനെ കപ്പാസിറ്റി വെറുതെ കിട്ടുന്നല്ലോ. എന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ട് വരുന്നത്? ഹലോ, എന്തുകൊണ്ടാണ് വരുന്നത്? അതായത് വിശ്വാസം. അതല്ലേ എല്ലാം. 100% നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, 100% ബിലീഫ് ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി പറയുന്നതിന് യാതൊരു സംശയത്തിന്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ ധൈര്യത്തിൽ പറയാൻ പറ്റും. പലർക്കും ഇപ്പോൾ സംശയ. എന്താ സംശയം? ഈ കമ്പനി നാളെ ഉണ്ടാവുമോ? ഇപ്പൊ ഇതുണ്ട്, നാളെ കമ്പനി ഉണ്ടാവുമോ? പ്രൊഡക്റ്റൊക്കെ നല്ലതാ, കുറെ കഴിയുമ്പോൾ ഇത് മായം വരാൻ ചാൻസ് ഉണ്ടോ? ഇത്ര നല്ല ക്വാളിറ്റി ഉണ്ടാവുമോ? ഇപ്പൊ ആഴ്ചക്ക് 2-10 കൊടുക്കുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ എത്രയാക്കി 2-10 കൊടുക്കാൻ ഉണ്ടാവുമോ? ഈ സംശയങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 100% ഇതിനെ കോൺഫിഡന്റ് ലെവലിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. 100% ആളുകൾ നമ്മളോട് കൂടെ കടന്നു വരികയും ചെയ്യും. പക്ഷെ നമുക്കിപ്പോ എന്താ പ്രശ്നം? നമ്മളെ ഇനി വാടോ, ഇനിയും കൂടി വന്നിട്ട് വേണോ എനിക്ക് രക്ഷപ്പെടാൻ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കടമൊക്കെ വാങ്ങുന്നുണ്ട്, ചിലപ്പം പൈസക്ക് നല്ല ടൈറ്റായിട്ട് കടം വാങ്ങുന്നുണ്ടെങ്കിൽ പോയി കടം വാങ്ങുന്ന സമയത്ത് ചോദിക്കാനാ, കാക്കാ ഒരു 500 റുപ്യ തരുവോ? അല്ലേ? ചിലപ്പോ എങ്ങനെ നിൽക്കൂ? തരുവോ? ഇങ്ങനല്ലേ നിൽക്കൂലേ? എന്നാ 500 രൂപ തരാൻ വേണ്ടി തയ്യാറായ ആളെങ്ങനെ തരുക? ഒളിച്ചും തരുവോ? എന്താ പിടിച്ചോ. കോൺഫിഡൻസ് അവിടെ പ്രധാനം. നമ്മൾ ചെയ്യുന്നത് ഒരാളെ കിട്ടി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യാചനയാകരുത്. മറിച്ച് ഞാൻ രക്ഷപ്പെടാൻ ഇറങ്ങിയ ഫീൽഡിൽ രക്ഷപ്പെടുന്നു 100% എനിക്ക് ഉറപ്പുള്ള ഫീൽഡിൽ രക്ഷപ്പെടുന്ന നീയും കൂടെ വാടാ, നിന്നെയും കൂടി ഞാൻ രക്ഷപ്പെടുത്തരാം. ആ കോൺഫിഡൻസിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ
100% നമ്മളോട് ഒരാൾ നോ പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്തേക്ക് വന്നോളും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള അയാൾ പറഞ്ഞിട്ടാവുക, നോ അല്ല. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് അടുത്ത അവസരം ഉണ്ട്, വന്നോന്നാ. ഫോളോ അപ്പ്, പല സമയത്ത് ഫോളോ അപ്പ് ഉണ്ടാവില്ല പലരും. നമ്മളെ സംബന്ധിച്ചോളം ഈ ബിസിനസ് എല്ലാ അർത്ഥത്തിലും 100% നമുക്ക് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങൾ സമ്പത്തല്ല. ബിജു സാറോട് ചോദിച്ചാൽ മതി. ബിജു സാർ തുടക്കത്തിൽ തന്നെ വലിയ പൈസയാണ് കിട്ടി, ഇപ്പം കിട്ടുമ്പോൾ 2-10 എല്ലാ ആഴ്ചയും കിട്ടിയെന്നൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇപ്പൊ ഇവിടെ എത്തിയതിൽ ബിജു സാറാണ് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയിട്ടുണ്ടാവുക. ബിജു സാറോട് ചോദിച്ചാൽ മതി, ആദ്യത്തെ ആഴ്ച തന്നെ 2-10 കിട്ടിയ എന്റെ ആവേശനാണ് ഇറങ്ങിയെന്നല്ല. ആദ്യം എന്താ ഇറങ്ങിയത്? എങ്ങനെയാ ഇറങ്ങിയത്? കൂടെ വന്ന് ഷാഹിർ സാറാ. ഷാഹിർ സാറിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. ഷാഹിർ സാറിനെയും കൂട്ടി ആരെയാ കാണണ്ട, ഞാൻ റെഡി. പോയി ഷാഹിർ സാറിന് കുറച്ച് വരുമാനം ഉണ്ടാക്കി കൊടുക്കാം. കൂടെ നിന്ന് ഷാഹിർ സാറിന് കുറച്ച് വരുമാനം കിട്ടിയ സമയത്ത് ആർക്കും കിട്ടി? ബിജു സാറിനും കിട്ടി. അപ്പൊ ഷാഹിർ സാറിന് ആരും ചെയ്തു? റമീസ് സാറിനെ കണ്ടു. റമീസെ, നല്ല ഓപ്പർച്യൂണിറ്റി. റമീസ് പറഞ്ഞു, ഞാൻ ഇവിടെ വലിയ തിരക്കില്ല. കാരണം മൂപ്പർ IT പ്രൊഫഷനാ. അപ്പൊ ഷാഹിറിന്റെ കൂടെ കൺവിൻസ് ചെയ്യാൻ, റമീസിനെ കൺവിൻസ് ചെയ്യാൻ പോയി. റമീസിനെ കൺവിൻസ് ചെയ്തു. റമീസിന് കാര്യങ്ങൾ മനസ്സിലായി. റമീസിന് ചെറിയ വരുമാനം ഉണ്ടായ സമയത്ത് ഷാഹിറിന് കുറച്ചുകൂടെ വരുമാനം കിട്ടി. അത് കുറച്ചുകൂടെ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? ബിജു സാർ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെയുള്ള അനീഷ് ബാബു, നമ്മളെ ബെല്ലിൻ സാർ ഈ ബിസിനസ് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അദ്ദേഹം കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം നിൽക്കുന്നത് STC റാങ്കിലാണ്. വലിയ കച്ചവടമൊന്നുമില്ല, STC റാങ്കാണ്. പക്ഷെ ഇന്ന് നിൽക്കുന്ന ഏതാ റാങ്ക്? ഡയമണ്ട് എക്സിക്യൂട്ടീവ്. STCയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ താമസിക്കാനുള്ള വരുമാനം, താമസിക്കാനൊക്കെ ചെലവുണ്ടാവുമല്ലോ, ഏറ്റവും ചെറിയ ചെലവിൽ കിട്ടുന്ന റൂം. അദ്ദേഹം മദ്യപാനം ഇല്ല, പക്ഷെ താമസിക്കല് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് അടുത്ത് ഒരു ബാറുണ്ട്. ബാറിന്റെ ഏറ്റവും മുകളിൽ റൂമുണ്ട്, 450 രൂപ. ആളുകൾ നോക്കുക, ഇയാൾ ബാർ കയറി പോകുമ്പോൾ തോന്നുക, പക്ഷെ ഇയാൾ നേരെ റൂം പോയി അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ബെല്ലിൻ സാറെ വിളിക്കുക. ആ 450 റൂം നോക്കിയ മനുഷ്യൻ ഇന്ന് 450 നോക്കൂല, 4500 നോക്കൂല, ഏറ്റവും സ്യൂട്ട് അങ്ങനെ എവിടെയുള്ള നോക്കും. അതുണ്ടെങ്കിലേ വരുള്ളൂ അല്ലേ? അങ്ങനല്ലേ വരുള്ളൂ. കാരണം എന്തുകൊണ്ടാ? കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നുള്ള ഉറപ്പ് ഈ ബിസിനസ് തരുന്നുണ്ട്. നിങ്ങൾക്കല്ല, എനിക്ക്, നിങ്ങൾക്കൊക്കെ, നമുക്ക് തരുന്നുണ്ട്. ആ ബിസിനസ്സിൽ എത്തിപ്പെട്ട നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഒരുപാട് പറ്റം ലീഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1-2 ലീഡേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് ബിസിനസ് കൊണ്ടുവന്ന കുറെ ആളുകളുണ്ട്. പേര് പറയാതിരിക്കാൻ പറ്റില്ല. സുരേന്ദ്ര സാറൊക്കെ പണ്ടത്തെ ലീഡേഴ്സാ. ഞാനൊക്കെ അദ്ദേഹം ശരിക്കും ഇതിന്റെ പാരന്റ് കമ്പനിയിലെ സമയത്ത്, ഇതിന്റെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് ചോറ് വിളമ്പി തന്ന ആളാ സുരേന്ദ്ര സാറ്. ഇന്നും ഈ ബിസിനസ് നെഞ്ചോട് ചേർത്ത് അദ്ദേഹം കൂടെ ഉണ്ട്. ടീം നോക്കാറില്ല. ഉണ്ടോ? ഒരു ടീം നോക്കില്ല, ആരോടെ ഉണ്ടാവും. നമുക്ക് ഭാഗ്യം അവരൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ അയ്യൂബ് സാറ് ബിസിനസ് വന്നതിന് ശേഷം വന്ന ഉടനെ അദ്ദേഹത്തിനോട് ബിസിനസ് പറയാൻ പോയതല്ല, ബിസിനസ് പറയാൻ പ്രേരണ കൊടുത്ത അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാ. അളിയനല്ല പറഞ്ഞിട്ടുണ്ടാവുക ബിജു സാറാ. അങ്ങനെ ഈ ബിസിനസ് മനസ്സിലായതിനു ശേഷം സ്വന്തം മേഖല ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം ഇറങ്ങി. ഇല്ലേ? ഇറങ്ങിയോ? ഗൾഫിൽ ബിസിനസ് ഉണ്ട് ഇപ്പോ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒഴിവാക്കി ഇറങ്ങിയതിന്റെ കാരണം എന്താ കാരണം? ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി 100% വിശ്വാസം ഇവിടെ മനസ്സിലേക്ക് കയറ്റി. ഇത് തന്നെയാണ് ഏറ്റവും മികച്ചത് മനസ്സിലായി. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു മാർഗം ഇല്ല. മറ്റത് ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടും, ഇവിടെ എനിക്ക് എത്രയോ ആളുകൾ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഒന്നിച്ചിറങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടല്ലേ? യെസ്. അപ്പൊ ഞാൻ ഇനിയും ഇഷ്ടംപോലെ ലീഡേഴ്സിന് എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് സമയം പോകുന്നില്ല. ഇനി നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പോ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സക്സസ് ആകാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ നന്നായി വിശ്വസിക്കുക, നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക, നമ്മൾ ഇതിലുണ്ടാകുക എന്നുള്ളതാണ്. തുടർച്ചയായി നമ്മൾ ഇതിലുണ്ടാകുക, നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് മാക്സിമം കോൺഫിഡൻസ് പാസ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, അവരെയും വളർത്താൻ ശ്രമിക്കുക.